VS നമ്മെ വിട്ടുപിരിഞ്ഞു എന്നുള്ള വാർത്ത ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് വന്നത്. VS എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന VS അച്യുതാനന്ദൻ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് നിർവഹിച്ചൊരു സഖാവാണ്. വളരെ വലിയ ദുരിത സാഹചര്യത്തിൽ നിന്നാണ് VS വളർന്നു വന്നത്. ഒരുപക്ഷെ ചെറുപ്പത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ആയിരിക്കാം അങ്ങനെ ദുരിതമില്ലാത്തൊരു ലോകത്തിൽ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചത്. ദീർഘകാലം തൊഴിലാളി വർഗത്തെയും അതുപോലെ കർഷകരെയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പാർട്ടിയുടെ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകുകയും 64 പാർട്ടി CPM രൂപീകരിക്കുകയും ചെയ്തു. അന്ന് അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന സഖാക്കളിൽ അവശേഷിച്ച ഒരു സഖാവായിരുന്നു സഖാവ് VS. ആ VS ആണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രത്യേകിച്ചും കേരളത്തിലെ CPM-നും വലിയ നഷ്ടമാണ് VS-ൻ്റെ വേർപാടിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതികൂല സാഹചര്യത്തിൽ നിന്നാണ് VS വളർന്നു വന്നത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് സഖാവ് ഉയർന്നു വന്നത്. വ്യത്യസ്ത മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പാർട്ടിയുടെ ഏറ്റവും ഉന്നത സ്ഥാനമായ PB-യിലും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിക്കുകയുണ്ടായി. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റി അംഗം, PB അംഗം എന്ന നിലയിൽ പാർട്ടി ഒരുപാട് സംഭാവന. അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് അദ്ദേഹം കാണുകയും കേരളത്തിൽ കർഷക തൊഴിലാളികളെ അവകാശബോധമുള്ളവരാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് നടത്തിയത്. ഒരു കാലത്ത് അടിമകളെ പോലെ പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികളെ അവർ വലിയ രീതിയിൽ വളർത്തിയെടുക്കാൻ അവകാശബോധമുള്ളവരാക്കി മാറ്റാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യമുടെ കൺവീനർ, സംസ്ഥാന കൺവീനർ എന്ന നിലയിലും അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കാൻ വലിയ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം പിന്നീട് നമുക്കറിയാം ജനപ്രതിനിധി ആവുന്ന സ്ഥിതി ഉണ്ടായി. MLA ആയി, പ്രതിപക്ഷ നേതാവായി, അതിനുശേഷം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന അദ്ദേഹം നേതൃത്വപരമായിട്ടുള്ള പങ്ക് നിർവഹിച്ചു. എപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാനും അത് സമൂഹത്തിന് ഗുണപരമാക്കി മാറ്റാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. അത് പാർട്ടി രംഗത്തും ഇടതുപക്ഷ രംഗത്തും ഭരണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞ 2001 അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പ്രതിപക്ഷ നേതാവായിരുന്ന 2001-2006 ഞാൻ അസംബ്ലിയിൽ പ്രതിപക്ഷ ചീഫ് വിപ്പായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം 2006 അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആ സമയത്ത് ഞാൻ കേരളത്തിലെ നിയമസഭാ സ്പീക്കറായി. അതിനുശേഷം 2011 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. ആ സമയത്ത് ഞാൻ അസംബ്ലിയിലുണ്ടായിരുന്നു. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് VS-നോടൊപ്പം അസംബ്ലിയിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായി. സംഘടനാ രംഗത്ത് ദീർഘകാലം പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി. അവിടെയെല്ലാം നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവിനെയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ഒരുപാട് നല്ല സംഭാവനകൾ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള സംഭാവനകൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുമ്പോൾ ഒരു കാലത്ത് വളരെ മോശമായി കണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളും നമ്മുടെ
നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവൻ തന്നെ ഉണ്ടായി. അപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സമുത്താധിഷ്ഠമായിട്ടുള്ളൊരു സമൂഹം ഉണ്ടാകണം. അവിടെയാണ് മനുഷ്യൻ്റെ മോചനം എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ആ പ്രവർത്തനം നടത്തി തൻ്റേതായിട്ടുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ടാണ് VS കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും VS നടത്തിയ പ്രവർത്തനങ്ങൾ പുതിയ തലമുറയ്ക്കും മാതൃകയായി മാറേണ്ടതാണ്. തീർച്ചയായിട്ടും ആ മാതൃക പിന്തുടർന്നുകൊണ്ട് കൂടുതൽ നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രചോദനമായി വഴികാട്ടിയായി VS നമ്മുടെ മുമ്പിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഉള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകൾ കൂടി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.